ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ്. ഇതിനെ മൂക്ക് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഓൺലൈൻ ടീച്ചിങ് ആണ് മെയിനായിട്ട് ഈ ലേറ്റസ്റ്റ് ആയിട്ട് ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് എമർജ് ചെയ്തിരിക്കുന്ന ഒരു സംവിധാനമാണിത്. അപ്പോൾ എന്താണ് മാസീവ്? ബിക്കോസ് എൻറോൾമെൻറ്റ്സ് ആർ അൺലിമിറ്റഡ് ആൻഡ് ക്യാൻ റൺ ഇൻ ടു തൗസൻഡ്സ്. എത്ര വേണമെങ്കിലും ആളുകൾക്ക് ചേർന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു ഓൺലൈൻ സംവിധാനമാണ്. ഇവിടെ ഡെലിവർ ചെയ്യുന്നത് ഓൺലൈനിലാണ്, ആക്സസ് ചെയ്യുന്നത് എല്ലാവർക്കും ഫ്രീ ആയിട്ട് തന്നെ വേണ്ട കോഴ്സുകൾ നമുക്കിവിടെ പഠിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. മാസീവ് പറഞ്ഞാൽ എല്ലാവർക്കും, ഒരു ലിമിറ്റ് ഇല്ല എന്നുള്ളതാണ്. ഓപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിക്കോസ് എനി വൺ ക്യാൻ എൻറോൾ, ആർക്ക് വേണമെങ്കിലും ഇതിൽ അഡ്മിഷൻ പ്രോസസ്സിൽ പങ്കുചേരാം. ദർ ഈസ് നോ അഡ്മിഷൻ പ്രോസസ്സ് ഇല്ല, അതായത് ആർക്കും നമുക്ക് ഈ കോഴ്സ് ചേരാം എന്നുള്ളതാണ് പറയുന്നത്. ഓൺലൈനിലൂടെ പറയുമ്പോൾ ഇൻ്റർനെറ്റ് യൂസ് ചെയ്തിട്ട്, കോഴ്സ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് നമ്മൾ പഠിച്ച് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത്. സോ ഇവിടെ നമുക്ക് പറയാനുള്ളത്, മാസീവ് ഓപ്പൺ കോഴ്സ് മൂക്ക് ആർ വൺ ഓഫ് ദ മോസ്റ്റ് പ്രോമിനൻറ്റ് ട്രെൻഡ്സ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ ഇൻ റീസെൻറ്റ് ഇയേഴ്സ്. അപ്പോൾ ഈ ഒരു മൂക്ക് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താ? ഓപ്പൺ ആക്സസ് ആണ്, ഗ്ലോബൽ ഫ്രീ ആയിട്ട്, അതേപോലെ തന്നെ വീഡിയോ ബേസ്ഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷണൽ കണ്ടന്റ് ഉണ്ട്, വീഡിയോസ് ഉണ്ട്, പ്രോബ്ലം സെറ്റ്സ് ഉണ്ട്, ഫോറം റിലീസ്ഡ് ത്രൂ ഓൺലൈൻ പ്ലാറ്റ്ഫോം, ഹൈ വോളിയം പാർട്ടിസിപ്പൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതൊക്കെയാണ് ഈ ഒരു മാസീവായിട്ടുള്ള ഓൺലൈൻ കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. എഡ്യൂക്കേറ്റർ ഇൻവോൾവ്മെൻ്റ് ആണ്. വെൽ എഡ്യൂക്കേറ്റേഴ്സ് ആർ ഇൻവോൾവ് ഇൻ ഡിസൈൻ ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് MOOC. Their involvement during the running of course is minimized because of the lack of formal assessment or formal academic credit. ഇതിൽ ഫോർമൽ ആയിട്ടുള്ള ഒരു അസസ്മെൻറ്റോ ഫോർമൽ അക്കാഡമിക് ആയിട്ട് ക്രെഡിറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ്. എഡ്യൂക്കേറ്റർ ഇൻവോൾവ്മെൻ്റ് ആണ്. പിന്നെ എൻഗേജ്മെൻറ്റ്, വളരെയധികം ലാർജ് നമ്പർ ഓഫ് സ്റ്റുഡൻസിന് ഒരേ സമയം തന്നെ ഇതിൽ എൻറോൾ ചെയ്യുക എന്നുള്ളത്. റീവാച്ചബിൾ, നമുക്ക് നമ്മുടെ സൗകര്യം പോലെ തന്നെ എപ്പോൾ വേണമെങ്കിലും ഒരു വീഡിയോ വീണ്ടും വീണ്ടും കാണാനുള്ള സംവിധാനം ഇവിടെ ഉണ്ട്. സ്കെയിൽ എന്ന് പറയുന്നത് ലാർജ് നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ റീച്ച് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അസസബിൾ എന്ന് പറയുന്നത് ഈ ഒരു അധിക മൂക്കിലും എന്തുണ്ട്? വീഡിയോ ഉണ്ട്, കൺസെപ്റ്റ് ചെക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്, വിത്ത് ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് ഉണ്ട്, ആസ് വെൽ ആസ് പിയർ റിവ്യൂ ഉണ്ട്, ഒക്കെ വരുന്നുണ്ട്. കസ്റ്റമൈസ്ഡ് ലേണിംഗ് എക്സ്പീരിയൻസ്, പാർട്ടിസിപ്പൻസ് ക്യാൻ ലേൺ അറ്റ് ദെയർ ഓൺ സ്പീഡ് ആൻഡ് ചൂസ് വിച്ച് മെറ്റീരിയൽ ദേ എൻഗേജ് വിത്ത്. പാർട്ടിസിപ്പൻസിന് എന്ത് ചെയ്യാം? അവരുടെ സ്പീഡിനനുസരിച്ച് തന്നെ എത്ര സ്ലോ വേണോ സ്ലോയിൽ പഠിക്കാം, സ്പീഡിൽ പഠിക്കാം. ചൂസ് വിച്ച് മെറ്റീരിയൽ ദേ എൻഗേജ് വിത്ത്, ഏത് മെറ്റീരിയലായിട്ട് എൻഗേജ് ചെയ്യണം എന്നുള്ളത് അവർക്ക് തന്നെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഇവിടെ ഡിഫറൻസസ് പറയുന്നുണ്ട്. ഒരു ഓൺലൈൻ കോഴ്സും മൂക്കും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ് പറയേണ്ടത്? കോസ്റ്റ് ടു യൂസർ, ചിലവ് വരുന്നത്. ഓൺലൈൻ കോഴ്സ് നമ്മൾ ഫീസ് കൊടുക്കണം, മൂക്കാണെങ്കിൽ വളരെ ഫ്രീ ആണ്. പോസിബിളി സർട്ടിഫിക്കറ്റ്സ് ഓർ സപ്പോർട്ട് ഉണ്ട്. എൻട്രൻസ് റിക്വയർമെൻറ്റ്സ് ഓൺലൈൻ കോഴ്സിന് വേണ്ടി വരും, പക്ഷെ ഇവിടെ അതില്ല. സ്കെയിൽ എന്ന് പറയുന്നത് ഇത് വളരെ ലിമിറ്റഡ് ആണ്. ആൻഡ് ക്യാപ്ഡ് ബൈ റിസോഴ്സ് അവൈലബിൾ ഫോർ സപ്പോർട്ട് ആൻഡ് അസസ്മെൻറ്റ്. ഇവിടെ തൗസൻഡ്സ് ആണ്. സേവിങ്സ് ഡ്യൂ ടു ലിമിറ്റഡ് ലെക്ചർ സപ്പോർട്ട് ആയിരിക്കും. പിന്നെ പറഞ്ഞിരിക്കുന്നത് ലെക്ചേഴ്സ് റോൾ എന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, കരിക്കുലം അലൈൻമെൻറ്റും ക്വാളിറ്റി അഷുറൻസ് ഒക്കെ വരും ഓൺലൈൻ കോഴ്സിൽ. പക്ഷെ ഇവിടെ ഫ്ലെക്സിബിൾ റോളായിരിക്കും, ലിമിറ്റഡ് ഇൻഡിവിജ്വൽ സപ്പോർട്ടായിരിക്കും ഉണ്ട്. കോപ്പി റൈറ്റ് പറഞ്ഞാൽ ലാർജ്ലി പ്രൊപ്രൈറ്ററി ആണ്. ഇവിടെ ചില ഓപ്പൺ കണ്ടന്റ് ഒക്കെ പ്രൊപ്രൈറ്ററി ആണ്, അല്ലെങ്കിൽ ഓപ്പൺ ആണ്. യൂസർ ജനറേറ്റഡ് കണ്ടന്റ് ഉണ്ട് മൂക്കിൽ. പ്രൊവൈഡേഴ്സ് ആരാ പ്രൊവൈഡ് ചെയ്യുന്നത്? ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്, ഓൺലൈൻ കോഴ്സുകൾ. പക്ഷേ ഇവിടെ ട്രഡീഷണൽ റെസിഡൻഷ്യൽ റിസർച്ച് യൂണിവേഴ്സിറ്റീസ് പാർട്ട്നർഡ് വിത്ത് പ്രൈവറ്റ് കമ്പനി. ട്രഡീഷണൽ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് പ്രൈവറ്റ് കമ്പനിയായിട്ട് ജോയിൻ ചെയ്തിട്ടാണ് നടത്തുന്നത്. അനലിറ്റിക്സ് എന്ന് പറയുന്നത് നോട്ട് യൂഷ്വലി, സാധാരണഗതിയിൽ ഓൺലൈൻ കോഴ്സ് അങ്ങനെ ഇല്ല, പക്ഷെ ഇവിടെ വൺ ഓഫ് ദ പ്രോമിസസ്, അതായത് എന്താണോ നമ്മൾ ആ കോഴ്സിന് പറയുന്നത് അതിനനുസരിച്ച് അവിടെ ഉണ്ടായിരിക്കും. സർട്ടിഫിക്കേഷൻ പറഞ്ഞാൽ കൺവെൻഷനിലാണ്, ഇവിടെ നോൺ കൺവെൻഷനിലാണ്. ക്വാളിറ്റി എന്ന് പറയുന്നത് അഷുറൻസ് അലൈൻ ചെയ്യേണ്ട യൂഷ്വൽ ഫോർമൽ കോഴ്സിൽ ആസ് പെർ നോൺ ഫോർമൽ ഓഫറിങ്സ്. മെയിനായിട്ട് ഇതിൻ്റെ കാറ്റഗറീസിനെ കുറിച്ചൊക്കെ ഇവിടെ പറയുന്നുണ്ട്. മൂക്ക് എന്താണെന്നുള്ളത് പഠിച്ചു വയ്ക്കുക, അതിൻ്റെ ഫീച്ചേഴ്സ്. അതേപോലെ കാറ്റഗറി പറഞ്ഞാൽ ടീച്ചിങ് ഷോക്കേസ് ആണ്, ഗേറ്റ് വേ സ്കിൽസ്, ഗ്രാജുവേറ്റ് ലിറ്ററസി, പ്രൊഫഷണൽ ഷോക്കേസ്, റിസർച്ച് ഷോക്കേസ്. അത് മെയിനായിട്ട് ജനറൽ ഇൻട്രസ്റ്റ് കോഴ്സ് ഇൻ വിച്ച് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ടീച്ചേഴ്സ് ഷോക്കേസ്ഡ് വിത്ത് എയിം ഓഫ് റേസിംഗ് അപ്പീൽ ഓർ റെപ്യൂട്ടേഷൻ ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ റെപ്യൂട്ടേഷന് റേസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ടീച്ചിങ് ബേസിൽ നമുക്കിവിടെ ഒരു
കഴിവ് തെളിയിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്. ഗേറ്റ്വേ സ്കിൽസ് അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിനൊക്കെ അവരുടെ ഇൻറ്റൻഷൻ അപ്സ്കിൽ ചെയ്യാൻ വേണ്ടി അതിനൊക്കെ ഒരു നിലവാരം ഏരിയ ഓഫ് സ്റ്റഡി ഏതാണോ അതിനൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. പിന്നെ ഗ്രാജുവേറ്റ് ലിറ്ററസി പറഞ്ഞാൽ സ്റ്റുഡൻസിന് പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിലൊക്കെ സ്റ്റഡി ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ പ്രൊഫഷണൽ ഷോക്കേസ് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻസ് ആൻഡ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് ഇവിടെ ഉണ്ട്. റിസർച്ച് ഷോക്കേസ് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും റിസർച്ച് എക്സലൻസ് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിനുള്ള സാധ്യതകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇതിൻ്റെ ഒരു ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ പറഞ്ഞിരിക്കുന്നത് കാറ്റഗറീസ് എന്ന് പറയും. നമുക്ക് ഏത് കാറ്റഗറിയാണോ നമുക്ക് താല്പര്യമുള്ള വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ വിവരങ്ങൾ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ മൂക്കിൽ ഏതൊക്കെ ടൈപ്പ് കോഴ്സുകൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇവിടെ പ്രധാനമായിട്ടും വരുന്നത് ഫോംസ് ഓഫ് OBC ഓപ്പൺ ബൗണ്ടറി കോഴ്സുകൾ, അതായത് ഫോർമലി എൻറോൾഡ് സ്റ്റുഡൻസ് ആസ് വെൽ ആസ് ഔട്ട്സൈഡേഴ്സ്. എന്നിട്ട് നമുക്ക് ജസ്റ്റ് സ്റ്റുഡൻസ് ആയിട്ട് എൻറോൾ ചെയ്തിട്ട് നമുക്ക് സ്റ്റഡി വിത്ത് കോഴ്സ് ടുഗെദർ ഒരു കോഴ്സ് സ്റ്റഡിയുടെ ഒപ്പം തന്നെ കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളത്. പിന്നെ സ്പോക്ക് പറഞ്ഞിട്ടുണ്ട്, സ്മോൾ പ്രൈവറ്റ് ഓൺലൈൻ കോഴ്സുകൾ. മോക്ക് ഉണ്ട്, മാസീവ് ഓൺലൈൻ കോഴ്സുകൾ. പിന്നെ റാപ്പിഡ് മൂക്ക് ഉണ്ട്, അതായത് ദാറ്റ് ഈസ് അഡാപ്റ്റഡ് ഫോർ പേയിങ് സ്റ്റുഡൻസ് ഇൻക്ലൂഡ് ആസ് എ പാർട്ട് ഓഫ് എക്സിസ്റ്റിംഗ് കോഴ്സ് ഓഫ് എൻറോൾ ചെയ്തിരിക്കുന്ന സ്റ്റുഡൻസിന് നിലവിലുള്ള കോഴ്സിനൊപ്പം തന്നെ അഡീഷണൽ പഠിക്കാനുള്ള റാപ്പിഡ് മൂക്ക് എന്ന് പറയുന്നത്. പിന്നെ മൂക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫോംസ് ഓഫ് സർട്ടിഫിക്കേഷൻസ്, അതേപോലെ ഡിജിറ്റൽ ആൻഡ് ക്രിട്ടിക്കൽ ലിറ്ററസി, കണക്ടിവിറ്റി, ലാംഗ്വേജ്, കോപ്പി റൈറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ട് പറയണത്. പിന്നെ ഇന്ത്യയിൽ മൂക്കിൻ്റെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇന്ത്യൻ ഗവൺമെൻറ് പ്രൊവൈഡ് സപ്പോർട്ട് കൺസെപ്റ്റ് ഓപ്പൺ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ മെയിനായിട്ട് പിന്നെ നോക്കാനുള്ള ജസ്റ്റ് പിന്നെ പറഞ്ഞിരിക്കുന്ന പോയിന്റുകൾ, ദെർഫോർ ഗവൺമെൻറ് സെറ്റ് ഓഫ് ഓഫർ ഓൺലൈൻ കോഴ്സസ് ഓൺ ഡെവലപ്പിംഗ് ദെയർ ഓൺ പ്ലാറ്റ്ഫോംസ്. കറൻ്റ്ലി ഇൻ ഇന്ത്യ ഓൺലി എ ഹാൻഡ്ഫുൾ ഓഫ് യൂണിവേഴ്സിറ്റീസ്, അതായത് ഇന്ന് നിലവിൽ ഇന്ത്യയിൽ വളരെ കുറച്ച് യൂണിവേഴ്സിറ്റീസ് മാത്രമാണ് ഈ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അതായത് NPTEL പറഞ്ഞാൽ നാഷണൽ പ്രോഗ്രാം ഓൺ ടെക്നോളജി എൻഹാൻസ്ഡ് ലേണിംഗ്, അതൊരു പ്രൊജക്റ്റ് ഫണ്ടഡ് MHRD പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ്, ഫണ്ട് ചെയ്തിരിക്കുന്നതാണ്. അതൊരു ജോയിൻറ്റ് ഇനീഷ്യേറ്റീവ്, ഒരു 7 ഇന്ത്യൻ IITs ചേർന്നിട്ടാണ് അത് തുടങ്ങിയിരിക്കുന്നത്. പിന്നെ ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഓൺലൈൻ കോഴ്സുകൾ കമ്പ്യൂട്ടർ സയൻസിലും ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഓഷ്യൻ എഞ്ചിനീയറിംഗ്, മാനേജ്മെൻറ്റ്, ഹ്യൂമാനിറ്റീസ്, മ്യൂസിക് അങ്ങനെയുള്ളതാണ്. ഇറ്റ് ഓഫേഴ്സ് ഫ്രീ കോഴ്സാണ്, നോമിനൽ ഫീസ് ഫോർ സർട്ടിഫിക്കേഷൻ, ചെറിയൊരു പൈസ മാത്രമേ സർട്ടിഫിക്കേഷന് വരുള്ളൂ, ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ വരുന്നതാണ് മൂക്കിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. മൂക്കിറ്റും അതേപോലെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, IIT കാൺപൂരൊക്കെ ഓരോ ആളുകൾ പ്രൈവറ്റ് കമ്പനിയായിട്ട് ചേർന്നിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ്. അതേപോലെ IIT ബോംബെ, XSYM എന്ന് പറഞ്ഞിട്ടൊരു സൈറ്റ് നമുക്കുണ്ട്. സ്റ്റഡി വെബ്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ഓഫ് യങ് ആസ്പിരൻറ്റ് മൈൻഡ്സ്, അതാണ് സ്വയം എന്ന യങ് ആസ്പിരൻറ്റ് മൈൻഡ്. സ്റ്റഡി വെബ്സ് ആക്റ്റീവ് ലേണിംഗ് ഫോർ യങ് ആസ്പിരൻറ്റ് മൈൻഡ്സ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്